ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ച് തരും. യു വിൽ ഷോ മീ ദ വേ ഓഫ് ലൈഫ്. സങ്കീർത്തനം 16:11. ജീവൻ്റെ വഴി അത് ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പുത്രൻ തമ്പുരാനെ തന്നു കഴിഞ്ഞു. യേശു ക്രിസ്തുവിൽ നമ്മുടെ വഴി തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പുതിയ നിയമം നോക്കുമ്പോൾ പുതിയ നിയമത്തിലെ ആദ്യകാലങ്ങളിൽ വിശ്വാസികളെ ക്രിസ്ത്യൻസ് എന്നല്ല വിളിച്ചിരുന്നത്, നേർവഴിക്കാരെന്നാണ് വിളിച്ചിരുന്നത്. നേർവഴി വെച്ചാൽ നേർവഴി ജീവൻ്റെ പാതയിൽ പോകുന്നവർ, അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അപ്പം നേർവഴിക്ക് നടക്കുന്ന മക്കളായിട്ടാണ് ദൈവത്തെ അറിയുന്നവരെ കാണുന്നത്. മറ്റുള്ളവർ വളഞ്ഞ വഴിക്ക് പോകുമ്പോൾ ദൈവവിശ്വാസികൾ നേർവഴിക്ക് പോകും. ആ നേർവഴി കാണിച്ചു കൊടുത്തത് ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ഒരുവനും പിതാവിനെ കാണുകയില്ല. നമ്മൾ വിചാരിക്കും അത് ശരിയാണോ? കാരണം മറ്റു വിശ്വാസികൾ ഇപ്പം തെറ്റായിട്ടാണ് വിശ്വസിക്കുന്നത്. ഒന്നുകിൽ യേശു സത്യം പറയണം, അല്ലെങ്കിൽ ഈ വേദപുസ്തകം തെറ്റാണ് നമ്മൾ സംഭവം. കർത്താവ് സത്യമാണ് പറയുന്നത് എങ്കിൽ എന്തുകൊണ്ടത് സ്വീകരിച്ചു കൂടാ? വളരെ സിമ്പിളാക്കി തന്നില്ലേ. ഈ സൈഡ് നമുക്ക് ഈ പല കാര്യങ്ങളെ വിളിച്ചു വരുത്തുന്നതിന് പകരം ഒരാളിൽ കൂടെ മാത്രമാണ് വഴിയെന്ന് മനസ്സിലാക്കിയാൽ അവിടെ ചെന്ന് കാര്യം നേടുന്നതല്ലേ എളുപ്പം. ഇപ്പം നമുക്ക് രാജഭരണം അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററിനെ നേരിട്ടറിയാമെങ്കിൽ നമുക്ക് പിന്നെ മറ്റുള്ളവരുടെ ആവശ്യമൊന്നുമില്ല, നമ്മൾ നേരിട്ട് പോയി കാണും. അറിയാൻ വയ്യാത്തപ്പം പല വഴിയിൽ കൂടെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ചെല്ലും. പക്ഷേ യേശുവിനെ നേരിട്ട്, പിതാവാം ദൈവത്തെ നേരിട്ടറിയാനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്ന പുത്രനാം തമ്പുരാൻ. ആ ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം അവിടെ ഇവിടെ ഓടി നടക്കുന്നത് ദൈവത്തിന് സങ്കടമാണ്. കർത്താവ് പറയുന്നത് ദൈവത്തിലേക്ക് കടന്നുവാ എന്ന് ദൈവം വിളിക്കുമ്പോൾ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള അവകാശം തരികയാണ് ദൈവം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:24 എന്താ വായിക്കുന്നതെന്ന് നോക്കാം. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതികളാണ്. കർത്താവ് സത്യം പറഞ്ഞാൽ ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ അപ്പനമ്മമാർ നല്ല സൗകര്യവും പഠിത്തവും ധനവും ഒക്കെയുള്ള അപ്പനമ്മമാർക്ക് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ മക്കൾ വളർന്ന് പ്രാപ്തിയുള്ളവരായിട്ട് അവരുണ്ടാക്കി നഷ്ടപ്പെടുത്താതെ അടുത്ത തലമുറയ്ക്ക് പാസ് ചെയ്യാൻ ഒക്കുമോ നമ്മൾ നോക്കും. അതെല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. പല കുടുംബങ്ങളും പഴയ നിന്ന് പോയി, കാരണം അങ്ങനെയുള്ളൊരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകാത്തത്. ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ ജോലി, ക്രിസ്തു ചെയ്തു വച്ചിരിക്കുന്ന ജോലി പൂർത്തീകരിച്ചത് ബാക്കിയുള്ളവർക്കൂടെ പകർന്നു കൊടുത്ത് അവരും രക്ഷ പ്രാപിക്കാനാണ് യേശു ഉദ്ദേശിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:24 ഇങ്ങനെയാണ് വായിക്കുന്നത്. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. എന്താണ് പുതിയൊരു മനുഷ്യൻ? കണ്ടോ, പഴയ മനുഷ്യനെ കൊണ്ട് പ്രയോജനമില്ല. ഒരു പുതിയ മനുഷ്യനുണ്ടെന്ന് പറഞ്ഞ് ആ പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന്. ഒന്നുകൂടെ വായിക്കാം. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവേൻ. അപ്പോൾ പുതിയ മനുഷ്യൻ വന്നാൽ സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലുമേ ജീവിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ പുതിയ മനുഷ്യനാണോ എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മനസ്സിലാകും. നമ്മുടെ പ്രവൃത്തി കൊണ്ട് പല പഴയ സ്വഭാവങ്ങളും നമ്മളിന്ന് മാറിപ്പോകുന്നത് പുതു മനുഷ്യനായിക്കുമ്പോഴാണ്. നമ്മൾ അടിച്ചു പിടിച്ച് പ്രഷറൈസ് ചെയ്ത് പേടിപ്പിച്ച് ഒരാളുടെ സ്വഭാവം മാറ്റിയാൽ പിന്നെ അവസരം കിട്ടുമ്പോൾ അവൻ പഴയ സ്വഭാവത്തിൽ മാറ്റും. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് ഒരാളുടെ സ്വഭാവം മാറുന്നത് എങ്കിൽ തിരിച്ചു പോകത്തില്ല. കാരണം ആള് മാറിപ്പോയി, അകത്തെ മനുഷ്യൻ വ്യത്യാസം വന്നു. അതാണ് ദൈവത്തിന് ആഗ്രഹം. ആരിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നത് വലിയ പ്രധാനമാണ്. പുട്ട് ഓഫ് ദി ഓൾഡ് മാൻ, പുട്ട് ഓൺ ദ ന്യൂ മാൻ. അപ്പോൾ ഒരു ക്രിയയാണ്. അതായത് നമ്മൾ തീരുമാനം എടുക്കുകയാണ്, എനിക്ക് എൻ്റെ പഴയ സ്വഭാവം വേണ്ട. പഴയ മനുഷ്യനെ അവൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പഴയ മനുഷ്യന് രാഗമോഹങ്ങളാണ്. അതായത്
ഈ ഹോശയ്യയുടെ ബുക്കിനകത്തൊക്കെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവ് ദൈവം തമ്പുരാൻ ഒരു വേശ്യാസ്ത്രീയെ വിവാഹം കഴിക്കാൻ ഈ ഹോശയ്യയോട് പറയും, പല പ്രാവശ്യം 3 പ്രാവശ്യം പോയി ഈ വേശ്യാസ്ത്രീയെ വിവാഹം കഴിക്കാൻ പറയും. അതൊക്കെ ദൈവം പറയുന്നത് എൻ്റെ ജനത, ഇസ്രായേൽ ജനത ആത്മീകമായിട്ട് എന്നിൽ നിന്ന് മാറിപ്പോയി. ആത്മീക വ്യഭിചാരം അതിൻ്റെ ഒരു ചെറിയ തൂക്കമാണ് പുറമേ കാണുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ഒരു പുതു സൃഷ്ടിയായാൽ, പരിശുദ്ധാത്മാവിലാണേ ആയെങ്കിൽ പഴയ സ്വഭാവം എടുക്കാനൊക്കത്തില്ല. പിന്നെ അങ്ങനെ എടുത്തു പോകാൻ സാധ്യതയില്ല. എടുത്തു പോയെങ്കിൽ പിന്നെ അവന് രക്ഷ കിട്ടാൻ പ്രയാസമാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം. Put off the old man, put on the new man. The first Christians were called followers of the way. അപ്പോസ്തല പ്രവൃത്തി 9:2, 18, 25, 26 എല്ലാം എഴുതിയിരിക്കുന്നത് ആദ്യത്തിലുള്ള വിശ്വാസികളെ നേർവഴിക്കാരെന്നാണ് വിളിച്ച്. അവരെന്ത് ചെയ്തിരുന്നു? അവരവരുടെ സ്വത്തും അവർക്കുള്ളതെല്ലാം വിറ്റ് കളഞ്ഞ് അവരൊന്നിച്ചു കൂടിയിരുന്ന് they lived together, ഒന്നിച്ച് കൂട്ടായ്മയായിട്ട് ജീവിച്ചു. They lived together, ate together and given themselves over to. അവർക്കുള്ള മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞു കണ്ട് സഹായിച്ച്, അന്യോന്യം സഹായിച്ച് ജീവിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനു വേണ്ടി ജീവിക്കും. The Lord is risen. ഈ ജോർജ് ഹെർബർട്ട് എഴുതിയിരിക്കുകയാണ്, your heart is the treasure of the kingdom. ദൈവരാജ്യത്തിൻ്റെ ട്രഷർ അല്ലെങ്കിൽ നിധി നിൻ്റെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിനാകെ ഇത്ര ഒരു മനുഷ്യൻ്റെ കൈയുടെ വലിപ്പമേ ഉള്ളൂ ഹൃദയം. അവനവൻ്റെ കൈയുടെ വലിപ്പമേ ഉള്ളൂ അവനവൻ്റെ ഹൃദയത്തിന്. ഇത്ര വലിപ്പമുള്ളൊരു ഹൃദയത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. the heart is the kingdom of the Lord. ഇതിലാണ് ഹാർട്ടെന്ന് പറയുമ്പോൾ ഈ അവയവത്തിനല്ല പ്രാധാന്യം, ഇന്നർ മാനാണ് ഹാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് വി ആർ അറ്റ് വാർ, ദ ബിസിനസ് ഓഫ് ഗാർഡിങ് ദ ഹാർട്ട് ഇസ് ദ മോസ്റ്റ് സീരിയസ് ബിസിനസ്. അതായത് നമ്മളൊരു പുതിയ ഹൃദയം വെച്ചു എന്ന് അറിയുമ്പോൾ തന്നെ പിശാചിനെ പിടിക്കത്തില്ല. പിന്നെ നമ്മുടെ ഹൃദയത്തിനെ അശുദ്ധമാക്കാൻ അവൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ആത്മീക യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ പുതു സൃഷ്ടിയാകുമ്പം തൊട്ട് ഒരു യുദ്ധമുണ്ട് നമ്മുടെ മുമ്പിൽ. അത് നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ജഡവും തമ്മിലാണ്. എപ്പം നമ്മളിൽ ആത്മാവിൻ്റെ യുദ്ധം വരുമ്പോൾ, ജഡത്തിൽ യുദ്ധം വരുമ്പോൾ, വി ഹാവ് ടു ബി വെരി ഹംബിൾ. വി ഹാവ് ടു കം ടു ദ പാർട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒളിച്ചിരിക്കാൻ നമ്മൾ പഠിക്കണം. ഇറ്റ് ഈസ് സോ ഹാർഡ് to hear from God when your own story is tangled up in it. അപ്പോൾ നമ്മുടെ തന്നെ കാര്യമാകുമ്പം നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പാടാണ്, നമ്മുടെ ഇമോഷൻസ് പൊങ്ങി വരും. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് വെച്ച് പ്രാർത്ഥിപ്പിക്കുന്നത്. ആൻഡ് ദ enemy has long assaulted the very thing you are wondering about at it is time. അതായത് നമ്മളെ പിശാച് അടിച്ച് അമർത്തി വെച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവശബ്ദം കേൾക്കാൻ പാടാണ്. പക്ഷെ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ബോധം വരുമ്പോൾ, നമ്മൾ അല്പനേരം ദൈവസന്നിധി ഇരുന്ന് കഴിയുമ്പം ആ ശാന്തത വരും. ഇറ്റ് ടേക്സ് ടൈം. കുറച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഇരുന്നിട്ട് ഉത്തരം കിട്ടത്തില്ല. വി സിറ്റ് വിത്ത് ഹിം ക്വയറ്റ്ലി, പ്രൈസ് ഹിം, talk about our needs, and then we sing with him or we sit with him. After some time we will get the impression. അങ്ങനെ ഇംപ്രഷൻ കിട്ടാത്തവർക്ക് ഒരു സമാധാനം വരും. വലിയ ഭാരങ്ങളായിട്ട് വരുന്നവർ ചിലപ്പോഴെന്നോട് പറയും, ഒന്ന് പ്രാർത്ഥിക്കും മാഡം. ഞാൻ 2 മിനിറ്റ് വല്ലതും എടുത്തേ പ്രാർത്ഥിക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ അല്ല, അവരതുപോലെ വേദനിച്ചിരിക്കുമ്പം നമ്മളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പം അവർക്ക് ഒരു പ്രത്യേക എനർജി വരുന്നതിൻ്റെ റീസൺ അവരുടെ ഇമോഷൻസിലല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ വചനം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവർക്കതൊരു ഉത്തരമായി മാറും. അതുകൊണ്ടാണ് ആത്മീക വരമുള്ളവർ വചനാടിസ്ഥാനത്തിൽ തന്നെ നിൽക്കണം. ഉപദേശം പറഞ്ഞു കൊടുക്കുന്നവർ വചനം വെച്ചു പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. വചനം കോട്ട് ചെയ്ത് പറയുന്നതിൻ്റെ ഉദ്ദേശം വചനം എവിടെയാണെന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് കണ്ടുപിടിക്കാൻ കൂടിയാണ്. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങൾക്കും ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അതെടുത്ത് ഉപയോഗിക്കാൻ പറയുമ്പം കോട്ട് ചെയ്ത് തന്നെ പറയാൻ പഠിക്കണം. യു നീഡ് 4 streams, 4 നദികൾ നമുക്ക് ആവശ്യമുണ്ട്. അത് 4 നദികളെന്ന് പറയുമ്പോഴേ ഉൽപ്പത്തി ആദ്യ അധ്യായങ്ങളിൽ
ദൈവം പറയുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ ഒരു നദി ഉണ്ടായിരുന്നു, ആ നദിക്ക് 4 ശാഖകളുണ്ടായിരുന്നു. 2-ാം അധ്യായത്തിലാണ്. നദി, തോട്ടം നനയ്ക്കാൻ ഒരു നദി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെടും. 4 ശാഖകളുണ്ടായിരുന്നു. ഒന്നാമത്തേന് പീശോൻ എന്ന് പേര്. അവിടെ പിന്നെ ഹവീല ദേശമൊക്കെ ചുറ്റി നടന്ന് പൊന്നുണ്ടായിരുന്നു, പൊന്ന് മേത്രമായിരുന്നു. പിന്നെ ഗുൽഗൂലവും ഗോമേദവും ഉണ്ട്. 2-ാമത്തേതിന് ഷീഹോൻ എന്ന് പേര്. അത് കൂശ് ദേശമൊക്കെ നടന്നു. ഓരോ ദേശത്തിനും ചുറ്റും അതൊരു വലിയ പ്രദേശമാണ്. പിന്നെ 3-ാമത്തെ നദിക്ക് ഹിദക്കേൽ എന്ന് പേര്. അത് അശീറിന് കിഴക്കോട്ട്. 4-ാം നദി ഫ്രാത്ത്. ഈ 4 നദികളുമാണ് ഏദൻ തോട്ടം. അപ്പോൾ ഏദൻ തോട്ടം ചെറുതല്ല. ഈ തോട്ടത്തിനകത്ത് 4 നദികളുള്ളത് ആ തോട്ടം നനയ്ക്കാനും ഫലഭൂയിഷ്ടമാക്കാനും കൃഷി ചെയ്യാനും എല്ലാമായിട്ടാണ്. അന്ന് മഴ പെയ്യത്തില്ല കാലത്ത്. ആ കാലത്ത് മഴയില്ലാത്തപ്പം ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം വരും. പിന്നെ ഈ 4 നദികളാണ് അവിടുന്നാണ്. എന്നാൽ ആത്മീക ഗോളത്തിൽ 4 നദികളുണ്ട്. അത് 1 ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം. 2 കൗൺസിലിംഗ്, ഉപദേശം അല്ലെങ്കിൽ പ്രബോധനം. 3 ഹീലിംഗ്, സൗഖ്യം. എല്ലാ തരത്തിലുള്ള രോഗസൗഖ്യം തന്നെയല്ല, ദേഹി ആത്മാ തലത്തിലുള്ള സൗഖ്യങ്ങൾ. പിന്നെ വാർഫെയർ, യുദ്ധം. ഈ 4 ശാഖകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. The 4 streams are something we have to learn and we grow into and offer one another within a small fellowship. അപ്പോൾ നമ്മൾ ഈ 4 നദികൾ പഠിച്ചു കഴിയുമ്പം ഒരു ചെറിയ ഫെലോഷിപ്പിനകത്ത് നമ്മൾ ഉൾക്കൊള്ളണം. ദൈവത്തിനെ അറിയുന്ന അതേ ആളുകളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ഫെലോഷിപ്പ് വരുമ്പോൾ അക്കൗണ്ടബിലിറ്റി വരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഭാരം കേൾക്കും, മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങും, നമ്മൾ അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ തുടങ്ങും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്നിട്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ കവർ ചെയ്ത് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദി സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫെലോഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി സ്പിരിച്വൽ ക്രിസ്ത്യൻ ഗ്രോത്ത്. നമ്മുടെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് വേണ്ടി ചെറിയൊരു ഗ്രൂപ്പ് എപ്പോഴും, അതായത് സമചിന്തകളുള്ളവരായിരിക്കണം. ഏക മനസ്സോടെ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഐക്യതയുള്ള 2-3 പേർ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ വളരെ ശക്തിയാണ്. ഞാൻ പലപ്പോഴും ഈ റെക്കോർഡിങ്ങിനൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് പലപ്പോഴും ഞാൻ സമയമെടുത്ത് പ്രാർത്ഥിച്ചിട്ടും പ്രിപ്പയർ ചെയ്തിട്ടുമാണ് വചനം എടുക്കുന്നത്. എത്രയോ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടായി പറയുന്നത് പോലും. പക്ഷെ ഞാൻ ഒന്ന് നോട്ട് ചെയ്തു, ഞാൻ തന്നെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കുറേയൊക്കെ എനിക്ക് ബലം, പക്ഷെ എന്നാലും എനിക്ക് തോന്നും പോരാ. പിന്നെ എനിക്ക് പ്രെയർ വോറിയേഴ്സ് കൂടെയുള്ളൂ, പ്രാർത്ഥിക്കാൻ കഴിവുള്ള പിള്ളേർ. അവരെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്ത് റെവലേഷൻസ് അപ്പുറത്തോട്ട് വരുന്ന, ഇരുട്ടിൻ്റെ ശക്തികൾ ഓടിപ്പോകുന്നു, വെളിച്ചം കയറി വരുന്നു, കർത്താവ് തീ പന്തം പിടിച്ച് 2 പേരെ ഇടതും വലതും നിർത്തുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ശക്തി അങ്ങോട്ട് കൂടും. കാരണം 2 അതിൽ കൂടുതൽ പേര് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ മധ്യേ ഞാനുണ്ട്. ഒരാൾ തന്നെ പ്രാർത്ഥിച്ചാൽ കേൾക്കും, പക്ഷേ എല്ലാ ഗിഫ്റ്റും ഓപ്പറേറ്റ് ചെയ്യില്ല. പക്ഷേ 2-3 പേര് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്ക് വിഷൻ കിട്ടും, ഒരാൾക്ക് റെവലേഷൻ കിട്ടും, ഒരാൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടും. അതൊക്കെ പ്രയോജനമാണ്, നമ്മളതെടുത്ത് ഉപയോഗിക്കണം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഉണർന്ന് ജീവിപ്പാനും നമ്മൾ പഠിക്കണം. നമ്മൾ ഒരു ജീവനുള്ള ചേർച്ചായിട്ട് മാറണം. ചുമ്മാ അത് ചേർച്ച് എന്ന് പറയുന്നത് കെട്ടിടങ്ങളല്ല, അതിൽ വസിക്കുന്നവരുടെ ആത്മീയ വളർച്ചയാണ്. അങ്ങനെ ജീവിച്ചാൽ ദൈവം നമുക്ക് വൻ കാര്യങ്ങൾ നമ്മളിൽ കൂടെ ചെയ്തെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സിയോനെ എഴുന്നേൽക്കുക എന്ന് ദൈവം പറയുന്നു. ഉറങ്ങിക്കിടക്കുന്ന സിയോനെ തട്ടി ഉണർത്തുകയാണ് അടിയൻ ചെയ്യുന്നത്. ദൈവനാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എല്ലാ അതിശയങ്ങൾ പ്രവർത്തിച്ചേ ഒക്കത്തുള്ളൂ. കർത്താവ് എത്രയോ സന്തോഷത്തിൽ, എത്രയോ സിമ്പിളായിട്ട് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നു. കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവ് 4 നദികൾ ഏദൻ തോട്ടത്തിൽ ഒഴുകിയതുപോലെ തന്നെ കർത്താവിൻ്റെ ആത്മാവിൽ ഞങ്ങളുടെ ഡിസൈപ്പിൾഷിപ്പ്, കർത്താവെ കൗൺസിലിങ്, അതുപോലെ തന്നെ കർത്താവെ പിന്നെ ഹീലിങ്, പിന്നെ വാർഫെയർ, ഈ 4 കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവ പഠിക്കാനുള്ള കൃപ തരണം. അത് പഠിപ്പിക്കുമ്പോൾ പഠിക്കാനും കേൾക്കാനും അത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ 4 നദി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്നത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും മറ്റുള്ളവർക്കും ദൈവനാമത്തിൽ പ്രയോജനമുള്ളതാക്കി തീർക്കണമേ. അതാ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് നീ പറയുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തക്കവണ്ണം ഞങ്ങളെ വെളിച്ചം കൊണ്ട് നിറയ്ക്കുന്നതിന് സ്തോത്രം. എൻ്റെ വചനം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥനയോടെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.